മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ്റെ കാലുകൾക്കെല്ലാം ചലനം സംഭവിക്കുന്നുണ്ട്. തോമസ് വൈദ്യൻ്റെ ചികിത്സകളെല്ലാം കണ്ണനെ നല്ല രീതിയിൽ ഏറ്റു തുടങ്ങിയിരിക്കുന്നു. ആ വിവരം തോമസ് വൈദ്യൻ മഹിയോടെ വിളിച്ച് പറയുന്നു. മഹി ഇത് കേൾക്കുമ്പോൾ വളരെ സന്തോഷിക്കുന്നു. തൻ്റെ കൈയും പിടിച്ച് നടക്കാൻ ഇനി കണ്ണേട്ടനുണ്ടാവുമല്ലോ എന്നെല്ലാം ഓർത്ത് മഹിക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം അറിയുന്ന ദുർഗയും കരുണയും ഉണ്ണിയും മഞ്ജുവുമെല്ലാം ആകെ വിഷമത്തിലാണ്. അവർ വിചാരിച്ചത് വെള്ളം പുതച്ച് വരുന്ന കണ്ണനെ കാണാമെന്നാണ്. പക്ഷേ ഇതിപ്പോൾ അങ്ങോട്ട് പോയ കണ്ണൻ നടന്നാണല്ലോ വരുന്നത് എന്നുള്ള ആ ഒരു ചിന്ത അവരുടെ മനസ്സിലോട്ട് വന്നിട്ട് അവർക്കെല്ലാം ഭ്രാന്ത് പിടിച്ച പോലെയാകുകയാണ്. അങ്ങനെ നമ്മുടെ കരുണയ്ക്കാണെങ്കിൽ വളരെയേറെ ദേഷ്യം വരുന്നുണ്ട്. കരുണ അങ്ങനെ ഉണ്ണിയോട് പറയുന്നുണ്ട്, എന്തെല്ലാം വിശ്വസിപ്പിച്ചാണ് താൻ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇത്രയും കാലം ഞാൻ എന്ത് സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചത്. ഇപ്പോൾ വീണ്ടും അവളുടെ അടിമയായിട്ട് ഇനി ഈ വീട്ടിൽ കഴിയാൻ എന്നെ കിട്ടില്ല. അയാളുടെ ജീവിതം ഇതോടുകൂടി അവസാനിക്കുമെന്ന് ഓർത്താണ് ഞാൻ ഇരുന്നത്. പക്ഷേ അതിൻ്റെ നേരെ തിരിച്ചാണല്ലോ വന്നിരിക്കുന്നത്. ഇനി ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ് കരുണ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. പിന്നീട് കണ്ണൻ മഹാലക്ഷ്മിയുടെ പേരിലോട്ട് പകുതി സ്വത്തെല്ലാം എഴുതി വയ്ക്കുകയാണ്. അതുകൂടെ കാണുമ്പോഴെല്ലാം ഇവർക്കെല്ലാം വളരെ ദേഷ്യമാവുന്നുണ്ട്. പക്ഷേ അതൊന്നും കാര്യമില്ലല്ലോ, കണ്ണൻ്റെ അവകാശത്തിലുള്ളതല്ലേ ഈ ഇരിക്കുന്ന സ്വത്തുക്കളെല്ലാം. അത് കണ്ണന് ഇഷ്ടമുള്ള ആളുകൾക്കല്ലേ കൊടുക്കുന്നത്. അഗസ്ത്യകൂടത്തിൽ വെച്ച് കണ്ണനെ രക്ഷിച്ച മാർക്കോക്കും കണ്ണനൊരു നല്ലൊരു ജോലി കൊടുക്കുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി ഇതുവരെ മറച്ചു വെച്ചിട്ടുള്ളൊരു കാര്യം കണ്ണനോട് പറയുന്നുണ്ട്. തൻ്റെ രണ്ടാനച്ഛൻ കാരണമാണ് കണ്ണേട്ടൻ്റെ അച്ഛൻ മരിച്ചതെന്നും അത് ഇത്രയും കാലം കണ്ണേട്ടനോട് പറയാതെ ഇരുന്നതിൽ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. മഹി അതിൻ്റെ ഒരു കുറ്റബോധം കാരണമാണ് ഞാൻ കണ്ണേട്ടനെ തന്നെ വിവാഹം കഴിച്ചതെന്നൊക്കെ കണ്ണനോട് പറയുകയാണ് മഹി. അത് കേൾക്കുമ്പോൾ കണ്ണന് വളരെ ദേഷ്യമാവുന്നുണ്ട്. താൻ ഇത്രയും കാലം ഈ വീൽ ചെയറിൽ ഇരുത്തിയ അയാളെ താൻ വെറുതെ വിടില്ല, അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നൊക്കെ ദൃഢനിശ്ചയമെടുക്കുകയാണ് കണ്ണൻ. അങ്ങനെ കണ്ണൻ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്യുന്നതാണ് ഇനിയുള്ള എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് മറ്റൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.